സോഷ്യൽ മീഡിയയിൽ നമ്മൾ പല കേസ് കെട്ടും കാണാറുണ്ട്. ഞങ്ങൾ ഇവരെ സഹായിക്കാൻ പോവാണ്, നമ്മളെല്ലാവരും കൂടി പിരിവിട്ട് ഇവരുടെ അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് അല്ലെങ്കിൽ ഇവർക്ക് വീട് വെച്ച് കൊടുത്ത് ഇവരെ നമ്മൾ ഏതൊക്കെ ലെവലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ചാരിറ്റി വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു പേഴ്സൺ തൻ്റെ ലൈഫ് തന്നെ മിക്ക ടൈമുകളും പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. എസ്പെഷ്യലി കാട്ടിൽ താമസിക്കുന്ന കുറേ ആളുകൾക്ക് വേണ്ടി തനിക്ക് കിട്ടുന്നതൊക്കെ കൊടുത്തുകൊണ്ട് അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ ചില ആളുകൾ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ദീപ്തി ടീച്ചറുടെ വീഡിയോ അതിനെക്കുറിച്ച് ഒരു ചെറിയ റിയാക്ഷൻ. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ. ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ് ചെയ്തോ? നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്, ലൈക്ക്, കമന്റ്സ് ഒന്നും മറക്കരുത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ആ വീഡിയോയില് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പൊ അത് കണ്ട് കുറച്ച് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്, അല്ലാണ്ട് കമന്റ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കാരണം, എന്താണ് കാട്ടി പോകാൻ പറ്റാഞ്ഞേ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ദീപ്തി ടീച്ചർ. മിക്ക ആളുകളും കാണുന്ന വീഡിയോസ് ആണ്. ഇവരുടെ വീഡിയോ എപ്പോ കണ്ടു കഴിഞ്ഞാലും എനിക്ക് ഒരിക്കലും മടുക്കാറില്ല. കാരണം ചില വീഡിയോകൾ നമ്മൾ സ്കിപ്പ് ഒക്കെ ചെയ്ത് പോകാറുണ്ട്. പക്ഷെ ഈ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നമ്മുടെ സ്ഥിരം കാണാത്ത കുറേ കാര്യങ്ങൾ, അതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സൂപ്പർ ചാനൽ എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്നെ കൊണ്ടൊന്നും ഒരിക്കലും കഴിയില്ല ഈ ടീച്ചർ ചെയ്യുന്നത് പോലെ ചെയ്യാനും ചിന്തിക്കാനും ആളുകൾക്ക് വേണ്ടി ഇതുപോലെ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ചില ആളുകൾ സഹായം ചെയ്യാൻ വേണ്ടി വന്ന് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും ഉഡായിപ്പിന്റെ ഉസ്താദുമാരാണ്, ഉഡായിപ്പം കൊണ്ട് ഇറങ്ങിയേക്കാണ്, കിട്ടുന്നതിൽ പകുതിയിൽ 3/4 ഭാഗം അവർ അടിച്ചു മാറ്റും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അപ്പോൾ നമ്മുടെ ദീപ്തി ടീച്ചറുടെ കാര്യം നമ്മളൊരു ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ കാണാത്ത ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപ്തി ടീച്ചർ ഒരു അത്ര വലിയ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഫാമിലി ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാനില്ല. അങ്ങനെ അവർ ചെയ്യുന്ന കൃഷികളും അവരുടെ വീടിന്റെ സാഹചര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരുന്നു. നല്ല സ്നേഹത്തോടു കൂടി അച്ഛനമ്മ അങ്ങനെ എല്ലാവരും കൂടി താമസിക്കുന്ന ഒരു കുടുംബം. അവർക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന പൈസ, അതിന് പുറമെ അവരവരുടെ ലൈഫിൽ അവർക്ക് എന്തുണ്ടോ അതിൽ നിന്നൊക്കെ സ്വരുക്കൂട്ടി വെച്ച് എന്ന് നമുക്ക് പറയാമേ, അതിൽ നിന്ന് കിട്ടുന്ന ആ പൈസയൊക്കെ ഉപയോഗിച്ച് കുറെ ആളുകളെ സഹായിക്കുന്നു. മെയിനായിട്ട് സഹായിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ വീടിന്റെ അടുത്തായിട്ട് എങ്ങാണ്ട് ഒരു കാട്ടിൽ കുറെ ആളുകൾ താമസിക്കുന്നുണ്ട്. ദീപ്തി ടീച്ചർ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന കാശിൽ നിന്ന് എല്ലാ വീട്ടുകാർക്കും, എനിക്ക് തോന്നുന്നു ഒരു 10-35 വീട്ടുകാരാണെന്ന് തോന്നുന്നു, ദീപ്തി ടീച്ചർ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും, കുറച്ച് ഭക്ഷണത്തിലുള്ള കാര്യങ്ങൾ, ഡ്രസ്സ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, കലം, ചട്ടി, എല്ലാ കാര്യങ്ങളും ടീച്ചറെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചു കൊടുക്കും. നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ആ ടീച്ചർ ചെയ്യുന്നത് അവർക്ക് കഴിയുന്നതിന് മേലെയാണ്. കാരണം ഇടയ്ക്കൊക്കെ വന്നു പറയും, പൈസ തികഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്വർണം കാര്യങ്ങളൊക്കെ പണയം വെച്ച് റോൾ ചെയ്ത് എന്നാലും ആ ആളുകളെ സഹായിക്കാൻ അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ നമ്മളിൽ എത്ര പേർക്ക് ഇത് കഴിയും. മിക്ക ആളുകളും മറ്റുള്ളവരെ കഷ്ടപ്പാട് കാണുമ്പോൾ അതിൽ സഹതപിച്ച് കുറേ കാര്യങ്ങൾ പറയും. അയ്യോ അവരുടെ ഒരു അവസ്ഥ നോക്കിയേ, അയ്യോ അവരുടെ കഷ്ടപ്പാട് കണ്ടോ, അവർക്ക് അങ്ങനെ ഒരു അസുഖമാണല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ കാണുവാണെങ്കിൽ, എസ്പെഷ്യലി അല്ലെങ്കിൽ ഒരാളുടെ അവസ്ഥ കാണുവാണെങ്കിൽ വായിൽ നിന്ന് ഇഷ്ടംപോലെ ഇതുപോലെയുള്ള സഹതാപ വാക്കുകളും കാര്യങ്ങളും വരും. പക്ഷെ അവർക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇന്നത്തെ കഞ്ഞി എൻ്റെ വക, എൻ്റെ അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നതിൽ നിന്ന് ഒരു പകുതി അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് ഒരു പങ്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരൊക്കെ ചിന്തിക്കാറുണ്ട്. ആരും തന്നെ ചിന്തിക്കാറില്ല. ഇനി ചിന്തിച്ചാൽ പോലും നമ്മളെങ്ങാനും ഒരു ചെറിയ സഹായം ചെയ്തു കഴിഞ്ഞാൽ 1000 രൂപ കൊടുത്താൽ 10000 രൂപ കൊടുത്തു എന്ന് 1,00,000 ആളുകളോട് വിളിച്ചു പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പൊ ചോദിക്കും, ദീപ്തി ടീച്ചർ ഈ പറയുന്നതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ലേ, പിന്നെ നിങ്ങൾ എന്താണ് ദീപ്തി ടീച്ചറെ മാത്രം അത്ര പൊക്കി പറയുന്നത്? അതിന് കുറേ കാരണങ്ങളുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ കാരണം ഏതോ ഒരു മുത്തുമണി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏത് ടൈപ്പുള്ള മുത്തുമണിയാണെന്ന്. നമ്മുടെ ദീപ്തി ടീച്ചറുടെ ഇപ്പൊ റീസെന്റ് വന്ന ഒരു വീഡിയോയുടെ താഴെ ഇട്ട ഒരു കമന്റ് ആണ്. അതായത് ഞാനിട്ടൊന്നും ചെയ്യത്തില്ല, പക്ഷെ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്താ അവർ ചെയ്തത് നല്ലതാണെന്ന് പറയണ്ട, പക്ഷെ എന്നാൽ കഴിയുന്ന വിധത്തില് എന്തെങ്കിലും ഒരു വാചകം എഴുതിയിട്ട് അവരെ എങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ അതായത്
ഇത്രയും നന്നായി ഒരു പേഴ്സൺ ഒരു സമൂഹത്തിന് വേണ്ടി ഒരു നന്മ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യത്തില്ലെങ്കിലും ആ ചെയ്യുന്ന പേഴ്സണെ ഒന്ന് കുത്തി പറയാ, അതിൽ നിന്ന് തനിക്കൊരു സന്തോഷം. ആ മോളുടെ കമന്റ് ഞാനിവിടെ വെക്കാട്ടോ. മോളോ മോനോ ഏത് ഫേക്ക് അടിയാണെന്ന് അറിയത്തില്ല. അപ്പൊ എഴുതിയിരിക്കുവാണ്, പണയം വെച്ച് സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ദീപ്തി മാത്രം അറിഞ്ഞാൽ പോരെ, ഇത് മറ്റുള്ളവർ സഹായിക്കാൻ വേണ്ടി പറയുന്നതേ ഇല്ലേ. കമന്റ് ഞാൻ പ്രത്യേകം പറയാനൊരു കാരണമുണ്ട്. കാരണം ഏതോ ഒരു വീഡിയോയില് ദീപ്തി പറയുന്ന കേട്ടിട്ടുണ്ട്, എൻ്റെ കയ്യിൽ എനിക്ക് അത്യാവശ്യത്തിന് കാശ് ഇല്ല എന്നുണ്ടെങ്കിൽ, കാരണം ഇത്രമാത്രം ഇപ്പൊ 30 ആളല്ല, നമുക്കറിയാം ഒരു 2 പേർക്ക് സഹായം ചെയ്യണമെങ്കിൽ പോലും നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ വേണം അല്ലേ. അപ്പൊ എങ്ങാനും ഞാൻ വിചാരിച്ച രീതിയിൽ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ക്യാഷ് എൻ്റെ കയ്യിൽ വന്നില്ലെങ്കിൽ അത് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കയ്യിലുള്ള സ്വർണ്ണം എന്തെങ്കിലും പണയം വെച്ച് ഒന്ന് റോൾ ചെയ്ത് പിന്നീട് ക്യാഷ് വരുമ്പോൾ തിരിച്ചെടുക്കും. അങ്ങനെ ഒന്നും ഒരു വീഡിയോയിൽ പറഞ്ഞു പോയി. ഒരു മനുഷ്യൻ സത്യസന്ധമായി ഒരു കാര്യം ഒന്ന് പറയുന്നു, അല്ലാതെ ഒരിക്കലും ആ ടീച്ചർ പറയുന്നില്ല എൻ്റെ ബാങ്കിൽ ഇങ്ങനെ കോടികൾ അടക്കി വെച്ചിരിക്കുകയാണ്, അതിന്റെ മുകളിൽ നിന്ന് ഓരോ കെട്ട് വലിച്ചെടുത്തിട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെയല്ല അവര് ചെയ്യുന്നത്. അവരുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് അത് എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഒരു 10 രൂപയാണെങ്കിലും 20 രൂപയോ 10 രൂപയോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡിനുള്ള വക ഒരു വെജിറ്റബിൾ കിറ്റ് കൊടുക്കുകയാണെങ്കിൽ പോലും ഈ കാണാവുന്ന ഇത്രയും സമൂഹത്തിൽ ഇത്രയും ഉന്നതിയിലൊക്കെ നടക്കുന്ന ആളുകൾ അവർക്കൊന്നും പറ്റുന്നില്ലല്ലോ ഒരാളുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി, ഒരാൾക്ക് വേണ്ടി ഫുഡ് കൊടുക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ കുറ്റം പറയുന്ന ആളുകൾ ഇതുപോലെ വീഡിയോകളുടെ താഴെ വന്ന് ഇതുപോലെ ഏതോ ഐറനിസി എന്താ പേര് കുറ്റം പറയുന്ന വ്യക്തി, എനിക്ക് 100% ഉറപ്പാണ് ഒരു വ്യക്തിക്ക് പോലും സ്വന്തം വീട്ടിൽ നിന്ന് പച്ചവെള്ളം കൊടുക്കുന്ന ഒരു പേഴ്സൺ അല്ല. കാരണം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇതുപോലെ ഒരു വ്യക്തി വന്ന് തൻ്റെ എല്ലാ കാര്യങ്ങളും ദീപ്തി ടീച്ചർ വീഡിയോയിൽ പറയാറുണ്ട്. പറയുമ്പോൾ ആ വ്യക്തിയിലെ നന്മ കാണാതെ അതിലെ എങ്ങനെ ഒരു കുനിസ്റ്റ്, കാരണം ഇത്രയും കാര്യങ്ങൾ കണ്ടതിൽ നിന്ന് ആ പുള്ളിക്കാരത്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയാണെന്ന് ആള് കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ എന്തിനാണ് ഇതൊക്കെ വന്ന് വീഡിയോയുടെ മുമ്പിൽ പറയുന്നത്, തനിക്ക് മറ്റുള്ളവരൊന്നും ക്യാഷ് കിട്ടാനല്ലേ. അങ്ങനെ ചിന്തിക്കുന്ന വൃത്തികെട്ട വർഗം അങ്ങനെ കമന്റ് ഇടുന്ന ആളുകൾ നമുക്ക് അങ്ങനെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇത്രയും ഒരു പേഴ്സൺ ഒരു സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു, ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരുന്ന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഈ കുശുമ്പിന്റെ മേലെ കുശുമ്പ് തന്നെയായിട്ട് ജീവിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ളവരുടെ ഇടയിലാണ് ഇതുപോലെ നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്നു. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു പേഴ്സണ് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ നന്മ തന്നെയാണ്. അപ്പൊ അത് ഞാനിട്ട് ചെയ്യത്തില്ല, ചെയ്യുന്ന ആളുകളെ ചെയ്യാൻ അനുവദിക്കത്തില്ല. അവരെ എങ്ങനെയെങ്കിലും ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒന്ന് മോശക്കാരിയാക്കി അല്ലെങ്കിൽ മോശക്കാരനായി കാണിക്കാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ആശ്വാസത്തോടു കൂടി കിടന്നുറങ്ങാം. നാണമുണ്ടോ ഈ വക മനുഷ്യന്മാർക്ക്? നാണമുണ്ടോ ഇതുപോലെയുള്ള കമന്റ്സ് ഒക്കെ നല്ല മനുഷ്യരുടെ വീഡിയോകളുടെ താഴെ വന്ന് വന്ന് എഴുത എന്റെയൊക്കെ വീഡിയോയുടെ താഴെ നമ്മളെ പോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് നിങ്ങളെ പോലെ തെണ്ടിത്തരങ്ങൾ കാണിക്കുന്ന ആളുകളെ കുറിച്ച് വിളിച്ചു പറയുന്ന ആളുകളുടെ ദീപ്തി ടീച്ചർ നല്ല അടിപൊളി മറുപടി കൊടുത്തിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ടീച്ചർ. കാരണം അങ്ങനെ തന്നെ മറുപടി കൊടുക്കണം. ഒരു കഴിവില്ല, ഒരു മനുഷ്യനിട്ട് സഹായിക്കില്ല, 10 പൈസ കൊടുക്കത്തില്ല. പക്ഷെ വന്ന് കൊത്തിയിരുന്ന് വീഡിയോ കണ്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വൃത്തികേട്, വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ, തലയ്ക്കകത്ത് മൂളയുള്ള ഒരു വ്യക്തികളും സോഷ്യൽ മീഡിയയിൽ വന്ന് നല്ല മനുഷ്യരെ ഇതുപോലെ ദുഷിച്ച് പറയത്തേയില്ല. ആ ടീച്ചറുടെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ നാച്ചുറൽ ആയ ഒരു വീഡിയോ ആണ്. കാരണം എല്ലാ വീഡിയോസും നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ വളരെ നല്ലൊരു കുട്ടി, എന്നെക്കാളൊക്കെ ഒത്തിരി ഇളയതാണ്, ഓരോരുത്തര് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇതൊക്കെ വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോസ് ആണോ അല്ലെങ്കിൽ ആത്മാർത്ഥമായി ചെയ്യുന്ന വീഡിയോസ് ആണോ. അത് ആദ്യം മര്യാദയ്ക്ക് ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റിയാലല്ലേ, അതായത് ഒരു സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ മനസ്സിലാക്കാനുള്ള ഒരു നല്ല മനസ്സ് വേണം. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ആളുകളെ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. സഹായിക്കേണ്ട പക്ഷെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഇതുപോലെയുള്ള ആളുകളെ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ 1 മിനിറ്റോ 1 സെക്കൻഡോ ഇതുപോലെ ദൂഷിച്ച കമന്റ്സ് ആലോചിച്ചിടാൻ വേണ്ടി ആ സ്പെൻഡ് ചെയ്യുന്ന സമയം വേറെ എന്തെങ്കിലും ഉപയോഗിക്കുക. ചോറിച്ചിലുണ്ടെങ്കിൽ ഒന്ന് മാന്ത്. അപ്പൊ അതിനെങ്കിലും നിങ്ങൾക്ക്
ഒരു ചെറിയ കുറവ് കിട്ടും. അല്ലാതെ വെറുതെ വന്നുകൊണ്ട് നല്ലത് ചെയ്യുന്ന ആളുകളുടെ വീഡിയോയുടെ താഴെ വന്നിരുന്നു ചൊറിയാതിരിക്കുക. നമ്മൾ പറഞ്ഞു പോവാണ്. ഞാൻ എന്നും കാണുന്ന മിക്ക വീഡിയോസും ടീച്ചറുടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, ഇങ്ങനെ ആയിരിക്കണം ആളുകൾ. മറ്റുള്ളവരെ സഹായിക്കാൻ ഉള്ള ആ മനസ്സ് അതെല്ലാവർക്കും ഉണ്ടാവത്തില്ല. ചില ആളുകൾ ഇങ്ങനെ വാത്തോരാതെ പറയും, ഞാനത് ചെയ്തു ഇത് ചെയ്തു, ഒരു കോപ്പും ചെയ്തിട്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും നക്കാപ്പിച്ച് ആർക്കെങ്കിലും കൊടുത്തിട്ട് അതിങ്ങനെ ഘോരഘോരം പ്രഘോഷിച്ച് ഒരു ലോകത്തിന് ഇപ്പൊ എവിടെയൊക്കെ ആളുകളുണ്ടോ അവരുടെ മുന്നിലൊക്കെ അങ്ങനെയൊന്നുമല്ല ഈ ടീച്ചർ. വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോന്ന് കിട്ടുന്ന അതിന്റെ ഇൻകം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ടീച്ചറെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ടീച്ചർ ഇങ്ങനെ ചെയ്യുമ്പോൾ ടീച്ചറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ ആളുകൾ ടീച്ചറുടെ പുറകിലുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഓരോ വീഡിയോസിലും ടീച്ചർ അത് മെൻഷൻ ചെയ്യാറുണ്ട്. നല്ല നല്ല ആളുകൾ അയച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ടീച്ചർ കാണിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ആകാൻ എല്ലാവർക്കും പറ്റില്ല. നമ്മൾ പറയത്തില്ലേ, കുറേ ആളുകളിൽ ഒരാളൊക്കെ ഇതുപോലെയുള്ള നല്ല മനസ്സുള്ള നല്ല വ്യക്തികൾ ഉണ്ടായിരിക്കുള്ളൂ. ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഫാമിലിക്കും നമ്മുടെ വക ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ്. കാരണം അത്രയും ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി പുറകിലില്ലെങ്കിൽ ടീച്ചർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ ദീപ്തി ടീച്ചർക്ക് വേണ്ടി ഒരു കമന്റ് അങ്ങോട്ട് അടിച്ച് നമ്മുടെ ഒയറിനിസ എന്നങ്ങണ്ട പേര് ഞാനിവിടെ കമന്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സേടത്തേക്കുള്ള ഒരു മറുപടി ആയിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നല്ല വീഡിയോസുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. എല്ലാവർക്കും ടാറ്റാ ബൈ.